എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആണല്ലേ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 ക്രിസ്മസ് ആശംസകൾ. പിന്നെന്താ, നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം 2 മാസമായി. അപ്പം ആദ്യമായിട്ട് വരുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ്. അപ്പോൾ എന്താ ഉണ്ടാക്കണ്ടേന്നൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് കേക്കൊന്നും അങ്ങനെ ഉണ്ടാക്കി ശീലമില്ല. ഇനി അതെല്ലാം പഠിക്കണം. അത്ര കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പോൾ ഇപ്പം എൻ്റെ മോളോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, അമ്മേ വട്ടയപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പം അതും എനിക്ക് അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ അറിയുന്നുണ്ടായിട്ടില്ല. അന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ട്, അതായത് ഞങ്ങൾ ഒരുമിച്ച് എറണാകുളത്ത് പയസ് ഗേൾസ് ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ഒരു കൂട്ടുകാരി ഉണ്ട് എനിക്ക്, ശാലിനി, എൻ്റെ കൂട്ടുകാരി ശാലിനി. അവളോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. അപ്പോൾ അവൾ എനിക്ക് എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ ആ റെസിപ്പി തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്ന് കണ്ടുവരാം. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരി തലേന്ന് കുതിർത്ത് വെച്ചതാണ്. രാത്രിയിൽ പച്ചരി കുതിർത്ത് അരയ്ക്കാൻ വേണ്ടി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് പച്ചരി ഉണ്ട്, ഏകദേശം ഒരു 1/4 കിലോ ഉണ്ടാവും. തേങ്ങ ഇവിടെ ചിരവി എടുത്തു വെച്ചിട്ടുണ്ട്. അത് 1 കപ്പ് നിറച്ചൊന്നും ഇല്ല കേട്ടോ, ഞാനിങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടാണ്. ഒരു 3/4 കപ്പ് തേങ്ങ ഉണ്ടാവും. പഞ്ചസാര ഞാനിവിടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 50 ഗ്രാം ഉണ്ടാവും. മധുരത്തിനനുസരിച്ച് എടുക്കാം. വലിയ ഒരു മധുരം ഇവിടെ വേണ്ടാത്തതുകൊണ്ട് ഞാൻ അത്രേ എടുത്തുള്ളൂ. ഇതെല്ലാം കൂടെ അരയ്ക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടെ ഈസ്റ്റും കൂടി ഇടാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരുപാട് വെള്ളം ചേർക്കാതെ കുറച്ച് കട്ടിയിൽ തന്നെ അരയ്ക്കണം. തേങ്ങ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചിട്ട് ഒരു 6 മണിക്കൂർ വയ്ക്കണം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മിനുസായിട്ട് അരയണം, അധികം വെള്ളമാവാനും പാടില്ല. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു 6 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, എന്നിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ്, അത് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്, പൊന്തിയിട്ടുണ്ട്, നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് രാവിലെ അരച്ചു വെച്ചു കേട്ടോ. രാവിലെ ഒരു 8 മണിയെല്ലാം ആയപ്പോൾ തന്നെ അരച്ചു വെച്ചു. അപ്പോൾ അത്രയും മണിക്കൂർ ഇരിക്കണം എന്നാണ് അവൾ പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു തവണ ഉണ്ടാക്കി നോക്കി, ജസ്റ്റ് ട്രയൽ. പക്ഷെ അന്നേരം എനിക്കത് ശരിയായില്ല. ഞാനത് എനിക്കറിയുന്ന പോലെയാണ് ഞാൻ ചെയ്തു നോക്കിയത്. പക്ഷെ അത്ര പെർഫെക്റ്റ് ആയില്ല, എന്നാലും ആയി. അപ്പോൾ എനിക്ക് തോന്നി അറിയുന്നവരോട് ചോദിച്ചാൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുമല്ലോ, പറഞ്ഞു തരുമല്ലോ. അങ്ങനെയാണ് ഞാൻ അവളോട് ചോദിക്കണത്. അപ്പം അവൾ തന്ന രീതിക്കായപ്പം മാമക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. എന്തായാലും കാണുമ്പോൾ നല്ല കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ പാത്രം കണ്ടോ, ഈ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാറ്ററിയിലേക്ക് ഒഴിക്കാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഇവിടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. ഞാനും കഴിക്കും, ഞാനും അത്യാവശ്യം കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പം കുറച്ചുണ്ടാക്കാമെന്ന് കരുതിയാണ് കുറച്ചെടുത്തത്. നമ്മൾ ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം. പിന്നെ ഇതിൽ ടോപ്പിംഗ് ആയിട്ട് നേന്ത്രപ്പഴമൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ നേന്ത്രപ്പഴം ഇട്ടൊന്നും വലിയ ഇഷ്ടമല്ല. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഉണക്കമുന്തിരി ഇടാന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഭംഗിക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഇഡ്ഡലി പാത്രം വച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്, വെള്ളമൊക്കെ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റോളം വേണ്ടി വരും വേവാൻ. ഞാൻ അത്രയും സമയം കൊണ്ട് എനിക്ക് വെന്തത്. അപ്പം 20 മിനിറ്റ് മതിയാവും. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ വട്ടയപ്പം വേവാൻ ഒരു 20 മിനിറ്റോളം വേണമല്ലോ. ഞാനൊരു പാട്ട് പാടാം കേട്ടോ.
എനിക്ക് പണ്ടും, അതായത് ഈ പാട്ട് ഇറങ്ങിയ സമയത്തും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടായിരുന്നേ. പിന്നെ എന്തായാലും ക്രിസ്മസ് അല്ലേ, അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ടുള്ള പാട്ട് പാടാം എന്ന് വിചാരിച്ചു. അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വല്ലിയിൽ മൊട്ടിട്ട പൊൻപൂവേ, കണ്ണീരിലാഴുമ്പോൾ കൈ നീ തരേണമേ, കടലിനുമീതെ നടന്നവനേ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ. മരണസമയത്തിന്മേൽ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്നണയണമേ. മരണസമയത്തിന്മേൽ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്നണയണമേ. തൃക്കൈകളാൽ എൻ്റെ ജീവനെടുത്തു നീ റൂഹായിൻ കുരിശിൽ ചേർക്കേണമേ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. ഇവിടെ ഇപ്പം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. നമുക്കിതൊന്ന് കുത്തി നോക്കാം. ഇതിവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എടുക്കാം. ഒന്ന് തണിഞ്ഞിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇതാ ഇവിടെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഗുണമുണ്ടോയെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയണല്ലേ മണി. അപ്പം ഇതൊന്ന് തണിയട്ടെ, എന്നിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ വട്ടയപ്പം ഇവിടെ പ്ലേറ്റിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇതാ നമ്മുടെ വട്ടയപ്പം. ഓ, എനിക്ക് എന്തൊരു സന്തോഷമായി. നല്ല രസമുണ്ടല്ലേ മണി, നല്ല സോഫ്റ്റ് ഉണ്ട്. അതാണ്. അപ്പൊ എന്താ, നമ്മുടെ ശാലിനിക്ക് ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അടിപൊളിയായി വന്നിട്ടുണ്ട്. അവള് പറഞ്ഞു തന്ന പോലെ ഞാൻ ആ കൂട്ടെല്ലാം കറക്റ്റ് ചെയ്താണേ. അവളെനിക്ക് 1 കിലോന്റെ പറഞ്ഞു തന്ന, പക്ഷെ എനിക്ക് അത്രയൊന്നും വേണ്ട. ഇവിടെ ഇപ്പം അത്രയും ആൾക്കാര്, നമ്മൾ അത്രയും പേരല്ലേ ഉള്ളൂ, അപ്പൊ അത്രേ കഴിക്കുള്ളൂ. അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കണ്ടേ. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന്. നോക്കട്ടെ. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. കണ്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് അപ്പം. അപ്പൊ എന്താ, ശാലിനിക്ക് ഒന്നും കൂടെ താങ്ക്സ് പറയുന്നു കേട്ടോ. നിനക്കും നിന്റെ കുടുംബത്തിലും എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസയും കൂടെ അറിയിക്കുകയാണ്. അപ്പൊ നല്ല സ്വാദുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, എനിക്കറിയാം. എന്നാലും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, സക്സസ് ആയി എന്തായാലും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ്പായസം ബൈ ചിമ്മു എന്ന് പറയുന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.